നമസ്കാരം, ഞാൻ ഹാരിസാണ്. ചാനൽ RBയിൽ നിന്ന്. കാസർഗോഡ് കളക്ടറേറ്റിന് മുമ്പിൽ ഒരു പ്രവാസി യുവാവ് സമരം നടത്തുകയാണ്. ഭൂമിക്ക് നികുതി എടുക്കാത്തതുമായി ബന്ധപ്പെട്ടാണ് സമരം. കാരണം ഈ അടുത്തിടെ മന്ത്രിമാർ കാസർഗോഡ് വന്ന് നടത്തിയ അദാലത്തിൽ തീർപ്പ് കൽപ്പിച്ച ഒരു കാര്യമാണ്. ഇതിൽ ചില ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടി മന്ത്രിയുടെ തീരുമാനം പോലും മാറ്റപ്പെട്ടു എന്നാണ് ഇദ്ദേഹം ആരോപിക്കുന്നത്. കാര്യങ്ങൾ വിശദമായി അറിയാം. 10 വർഷത്തിലധികമായി പ്രവാസ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന യുവാവാണ്. പല സർക്കാർ ഓഫീസുകളും കയറിയിറങ്ങി. ഇദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിലായ ഒരു അവസ്ഥയിലാണ്. 10 വർഷത്തിലധികമായ നിയമക്കുരുക്ക് പ്രശ്നങ്ങൾ പരിഹാരം മന്ത്രി കണ്ടു. എന്നാൽ ഈ അദാലത്തിലെ തീരുമാനം പോലും അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള സംഭവം ഇപ്പോൾ വളരെയധികം വേദനാജനകമാണ്. അദ്ദേഹത്തിനോട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. സർക്കാർ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ ബുദ്ധിമുട്ടിക്കേണ്ടവരാണ്. വേറെ മാക്സിമം ബുദ്ധിമുട്ടിക്കും. എത്രത്തോളം കഴിഞ്ഞ് അത്രത്തോളം ബുദ്ധിമുട്ടിക്കും. ഇസ്മായില, നീ എന്തിനാ ഇവിടെ ഇരുന്നിട്ടുള്ളത്? ഇത് അദാലത്തിലൊക്കെ തീർപ്പായതല്ലേ, പിന്നെ എന്തിനാ നീ വീണ്ടും ഇവിടെ വന്നിട്ടിരുന്നത്? അതന്നെ അദാലത്തിൽ തീർപ്പാക്കിയിട്ട് ജോർക്ക് നികുതി എടുക്കാനായിട്ടാണെന്നാണ് ജോർ പറയുന്നത്. വേറെ ഇഷ്യൂ ഉണ്ടെന്ന് പറയുന്നത്. ഞാൻ കുറേ ഇവിടെ വന്നിട്ട് നോക്കുമ്പോഴേക്ക് ഇവർ അടുത്തേക്കെല്ലാം കത്തെല്ലാം അയച്ചിട്ട് ഇതിനെ അട്ടിമറിച്ചിട്ടുണ്ട്. അദാലത്തൊന്നും മന്ത്രി ആക്കിന്ന് പറഞ്ഞിട്ടൊന്നും തരാൻ കഴിയുക. അതൊരു മന്ത്രി ഒപ്പിട്ടത്, അത് അംഗീകരിക്കാനൊന്നും ഞങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല. പിന്നെ അത് കളക്ടർ അത് അംഗീകരിക്കണമെന്നില്ല. കളക്ടറേയും കാണാൻ പോയി. കളക്ടർ ഞാൻ എൻ്റെ വൈഫ് കുട്ടികളെല്ലാം കൂട്ടിയിട്ട് പോയതാണ്, കുടുംബസമേതം പോയതാണ്. അപ്പോൾ നീ ഒന്ന് ക്ഷമിക്കണം, ഞാൻ ശരിയാക്കാം പിടിക്കുക എന്നൊക്കെ പറയുന്നു. പക്ഷേ ശരിയാക്കി തരുന്നില്ല. ഞാനിപ്പോൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് തന്നെ ഏകദേശം 10 വർഷത്തോളമായി എൻ്റെ ഈ നികുതി അടക്കാത്ത ഭൂമിൻ്റെ ബാക്കിൽ നിന്ന് പോകുന്നത്. ഇപ്പോൾ നികുതി അടക്കാത്തത് ഇപ്പോൾ 5 വർഷമായി. 2019 വരെ എടുത്തതാണ്. മുന്നേ നികുതി എടുത്തതാണ്. 30 കൊല്ലമായിട്ട് ഉമ്മാൻ്റെ നികുതി എടുത്തു. 30 വർഷങ്ങൾക്ക് മുമ്പേ നികുതി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു 4-5 കൊല്ലമായി നികുതി എടുക്കാത്ത പ്രശ്നം ഇങ്ങനെ വന്നിട്ട് ഇപ്പോൾ പറയുന്നത് എടുക്കാൻ കഴിയുക. അത് അന്നത്തെ വിലവസരം സർക്കാർ ഭൂമി എന്ന് പറഞ്ഞു. സർക്കാർ ഭൂമി നിങ്ങൾ കൈ കയറിയത് അങ്ങനെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ എന്തെല്ലാം ബുദ്ധിമുട്ടാക്കി. പിന്നെ ഇതിൽ ഞാൻ ചോദിക്കുന്നത്, നിൻ്റെ തെക്കിലെ വില്ലേജിൽ നിൻ്റെ പ്രശ്നം തുടങ്ങുന്നത് ഏകദേശം എൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ 2017 മുമ്പേ ഉണ്ട്. പക്ഷെ ഞാൻ ഈ ശ്രദ്ധയിൽപ്പെടുന്നത് 2017. ചാനൽ RBയിലേക്ക് 2017 ഫസ്റ്റ് നിങ്ങൾ ഓഫീസിൽ വന്ന എനിക്കൊരു ഓർമ്മയുണ്ട്. ആ സമയത്ത് വാർത്തയെല്ലാം ചെയ്തു. വാർത്ത ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഭൂമിയിൽ കയ്യേറ്റമുണ്ട് എന്ന് പറഞ്ഞിട്ട് JCB എല്ലാം കൊണ്ടുപോയി തഹസിൽദാർ കളക്ടറെല്ലാം ഇടപെട്ടിട്ട് അന്ന് പൊളിച്ചു മാറ്റി 2017. അത് പൊളിച്ചു മാറ്റുന്നത് വില്ലേജ് ഓഫീസറുടെ അന്നുണ്ട്. തെക്കേ വില്ലേജ് ഓഫീസർ രമേശൻ സാറായിരുന്നു. രമേശൻ സാറിൻ്റെ തെറ്റായ റിപ്പോർട്ടിൻ്റെ മുകളിലാണ് മതിൽ പൊളിക്കാനുള്ള കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള കാരണമായിരുന്നു. അതിനൊരു കളക്ടറെ അടുത്ത് ഞാൻ അപ്പീൽ പോയി. കളക്ടർ അപ്പീൽ സ്വീകരിച്ചു. ഗവൺമെൻറ് ലീഗൽ ഒപ്പീനിയൻ ചോദിച്ചു. ഒപ്പീനിയന് അനുകൂലമായിട്ട് ഫയൽ പഠിച്ചിട്ട് അനുകൂലമായിട്ട് നിയമപരമായിട്ട് വന്നു. അതിൻ്റെ മുകളിൽ കളക്ടർ പ്രൊസീഡിങ്സ് ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ 4 വർഷത്തോളമായി. വീണ്ടും അതിനെ ഒരു വെല്ലുവിളിക്കുന്ന നിലപാടിലാണ് ഉള്ളത്. അപ്പോൾ ഈ മറ്റൊരു വില്ലേജ് ഓഫീസ് അന്നത്തെ വിലപസരായ രമേശൻ സാർ എന്ന് പറയുന്ന പൊന്നാച്ചി രമേശൻ സാർ നിലവിൽ ഇടപെടുത്ത സാറാണ്. അപ്പോൾ ആ സാറിനെ തന്നെ ഇവിടെ കളക്ടറേറ്റിലെ പ്രധാനപ്പെട്ട സീറ്റിലേക്ക് നിയമിച്ചിട്ട് നമുക്ക് നമുക്ക് നിയമപരമായി കിട്ടേണ്ട ആനുകൂല്യങ്ങളെ തടസ്സപ്പെടുത്തുന്നതാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഞങ്ങളെ അവകാശം നിഷേധിച്ചിട്ടുള്ളത്. അപ്പോൾ സർക്കാരിൻ്റെ കരുതലും കൈത്താങ്ങും അദാലത്ത് എന്ന് പറഞ്ഞ് ഞങ്ങൾ വലിയൊരു ആകാംക്ഷയോടെ കാത്ത് നിന്നതാണ്. അതിലും കൂടി ഞങ്ങൾ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നുള്ളതിൽ സന്തോഷം. അദാലത്തിൽ കളക്ടർ ഉണ്ടായിരുന്നല്ലോ. അദാലത്തിൽ ആദ്യം തഹസിൽദാരോടായിരുന്നു മിനിസ്റ്റർ സംസാരിച്ചത്. തഹസിൽദാർ പറഞ്ഞത് കളവാണെന്ന് ഞാൻ ബോധ്യപ്പെട്ടപ്പോൾ മിനിസ്റ്ററോട് പറഞ്ഞു ഇത് കളവാണ് പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ മിനിസ്റ്ററോട് ചോദിച്ചു അതിൽ തെളിയിക്കുന്ന രേഖകളുണ്ടോ എന്ന് ചോദിച്ചു. രേഖകൾ മിനിസ്റ്റർ മുമ്പാകെ ഞാൻ ഹാജരാക്കി. അപ്പോൾ തന്നെ കൊടുത്തല്ല എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ തഹസിൽദാരോട് ചോദിക്കുമ്പോൾ തഹസിൽദാർ പറഞ്ഞു ഇതിൻ്റെ അകത്തൊരു സാങ്കേതിക പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. പുതിയ അവകാശവാദങ്ങളുമായി കുറേ പേര് അത് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വലിയൊരു പ്രശ്നം സൃഷ്ടിക്കുന്ന തരത്തിലായിരുന്നു തഹസിൽദാരും മന്ത്രിയോട് സംസാരിക്കുന്നത്. അപ്പോൾ മന്ത്രിക്ക് സാങ്കേതികത്വം ഉണ്ട് എന്ന് മനസ്സിലായി. തഹസിൽദാർ ആരാണ് ഇപ്പോൾ നിലവിൽ തഹസിൽദാർ പേര് അറിയത്തില്ല എനിക്ക്. എന്നാലും ഇപ്പോൾ വന്നിട്ട് സാർ ഒരു 6 മാസം രമേശൻ സാർ ഡെപ്യൂട്ടി തഹസിൽദാറാണ്. കാസർഗോഡ് തഹസിൽദാറാണ് സംസാരിച്ചത്. അപ്പോൾ മന്ത്രിക്ക് ഇതിൻ്റെ അകത്ത് ചില സംശയങ്ങൾ വന്നതിനാൽ മന്ത്രി പറഞ്ഞു കളക്ടർ വരാൻ പറയണമെന്ന് പറഞ്ഞു. കളക്ടറിനെ വിളിച്ചു. കളക്ടറിനെ ആ അദാലത്തിൻ്റെ അകത്ത് നടത്തുന്ന ഹിയറിങ്ങിൻ്റെ അതിൽ തന്നെ കളക്ടറിനെ പിടിച്ച് മിനിസ്റ്റർ ഇരുത്തി അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ വിശദമായി ചോദിച്ചു. അപ്പം കളക്ടർ ആദ്യം പറഞ്ഞു ഇത് ഹൈക്കോടതിയിലുണ്ടെന്ന് പറഞ്ഞു.
അപ്പം ഞാൻ പറഞ്ഞു നിലവിൽ ഹൈക്കോടതിയിൽ കേസില്ല എന്ന് പറഞ്ഞു. പിന്നീട് അത് ഡെപ്യൂട്ടി കളക്ടറായിട്ട് സംസാരിച്ചു. അപ്പോൾ ഡെപ്യൂട്ടി കളക്ടർ പറഞ്ഞു ഹൈക്കോടതിയിൽ കേസില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെയല്ല പറഞ്ഞിട്ടാണ് സാറേ എൻ്റെ നികുതി എടുക്കാത്തെന്ന് പറഞ്ഞു. അപ്പോൾ കളക്ടർ പിന്നീട് പറഞ്ഞത് ഗവൺമെൻറ് പ്രോപ്പർട്ടി എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ഗവൺമെൻറ് പ്രോപ്പർട്ടി അല്ല എന്ന് കളക്ടർ ഓർഡറിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ മന്ത്രിക്ക് കാണിച്ചു കൊടുത്തു. പിന്നെ എനിക്കെതിരെ അനാവശ്യമായിട്ട് കുറ്റം ചുമത്തി മേൽപ്പമ്പ പോലീസിന് FIR ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് 2019. ആ 19 എനിക്ക് സർക്കാർ ഭൂമി കൈയേറ്റം നടത്തി എന്നുള്ള കേസായിരുന്നു ആ കേസ്. അത് ഭൂരേഖ തഹസിൽദാരുടെ പരാതി പ്രകാരമാണ് കേസെടുത്തത്. അത് FIR 51/2019. അത് ഹോസ്ദുർഗ് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി. പോലീസ് കുറ്റം ചുമത്തി. അങ്ങനെ ഞാൻ 4 വർഷക്കാലം കോടതി കയറി ഇറങ്ങി. അവസാനം കോടതി കളക്ടർ ഓർഡർ, ലീഗൽ ഒപ്പീനിയൻ, എൻ്റെ എവിഡൻസ് എല്ലാം കോടതിയിൽ ഹാജരാക്കി. കോടതിയിൽ നിന്ന് എന്നെ വെറുതെ വിട്ടു. ഞാൻ പറഞ്ഞ വാദങ്ങൾ ശരിവെച്ച് കോടതി എന്നെ വിട്ടു. പക്ഷെ തഹസിൽദാർ എന്ന് എൻ്റെ എൻ്റെ FIR പരാതിക്കാരന് തഹസിൽദാറാണ്. തഹസിൽദാർ പരാതി കൊടുത്ത തഹസിൽദാർ എന്നെ മജിസ്ട്രേറ്റ് കോടതി ഡിസ്ചാർജ് ചെയ്തപ്പോൾ ചെയ്ത് 4 വർഷത്തോളമായി. ഇന്ന് വരെയും തഹസിൽദാർ അപ്പീൽ പോയിട്ട് കാണുന്നില്ല. കൂടാതെ ഈ ഭൂമി ഒരാളെ സ്വകാര്യ വ്യക്തി ഈ ഭൂമിക്ക് വേണ്ടി അല്ല ഞാൻ ചോദിക്കുന്നത്, ഞാൻ നിന്റെ ആ സ്ഥലം അന്ന് വന്ന് കണ്ടായിരുന്നു. അപ്പോൾ അത് നിന്റെ ഉമ്മാക്ക് പട്ട കിട്ടിയ സ്ഥലം. അതെ, പട്ട അടിച്ചോണ്ടായിരുന്നു, അന്ന് നികുതി അടിച്ചോണ്ടായിരുന്നു. പട്ട കിട്ടിയ ആ ഉമ്മ നിനക്ക് 10 സെന്റ് ആ ഭൂമിയിൽ നിന്ന് 10 സെന്റ് നിനക്ക് തന്നു. ഒരേക്കറിൽ നിന്ന് 10 എനിക്ക് തന്നു. ഒരേക്കറിൽ നിന്ന് 10 സെന്റ് നിനക്ക് തന്നു. അതെ, നിനക്ക് തന്ന ഈ 10 സെന്റിലാണോ ഇപ്പോൾ പ്രശ്നമുള്ളത്? എനിക്ക് തന്ന 10 സെന്റ് ഞങ്ങളുടെ ഭൂമിയല്ല. ഏകദേശം 10 സെന്റിന്റെ അടുത്ത് 9 or 10 ഏതോ ഒന്ന്, 9 ഇല്ല 9.4, അങ്ങനെ 10ന്റെ അകത്ത്, 10ന് മീത്ത പോകില്ല. അപ്പോൾ 10 സെന്റ് സ്ഥലം നിങ്ങളതല്ല. 90 സെന്റ് സോറി, ഒരേക്കര നിങ്ങൾക്ക് ഭൂമി തന്നില്ലെങ്കിലും 90 സെന്റ് ഗവൺമെന്റ് നിങ്ങൾക്ക് തന്നിട്ടു. ഒരേക്കര തന്നിട്ടില്ല. 10 സെന്റ് അത് ഉണ്ട്, അത് നിങ്ങളതല്ല, അത് ഗവൺമെന്റ് ജാഗയെന്നാണ് തെക്ക് വില്ലേജ് ഓഫീസർ രമേശൻ സാറിന്റെ വാദം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ അയൽവാസിയായിട്ടുള്ള വേറൊരു വീട്ടുടമസ്ഥൻ്റെതാണ് ആ ഭൂമി അവർ പറഞ്ഞത്? അല്ല, അവര് സർക്കാർ ഭൂമിയാണെന്ന് പറഞ്ഞിട്ട് ഈ തെക്ക് വില്ലേജ് ഓഫീസർ രമേശൻ സാറിന്റെ റിപ്പോർട്ടിന്റെ മുകളിലാണ് അവർ ഈ ഭൂമിക്ക് അവകാശവാദം ഉന്നയിച്ചിട്ട് പോകുന്നത്. അതല്ലാതെ ഞങ്ങൾക്കെതിരെ അവർ പോയിട്ടില്ല. സർക്കാർ ഭൂമി എന്ന് വില്ലേജ് ഓഫീസർ പറയുമ്പോൾ അവർക്ക് ഇതിന്റെ പിന്നിൽ പോകുമ്പോൾ ഒരു സുഖമാണ്. കാരണം ഞങ്ങളെ ഭൂമി എന്നിട്ട് അവർ പോകുന്നില്ല. അപ്പൊ ഈ വില്ലേജ് ഓഫീസർ ഞങ്ങളതാണെന്ന് പറഞ്ഞാൽ അവർ പോകില്ല. കാരണം ഈ വില്ലേജ് ഓഫീസർ ഇത് തെറ്റായ നടപടിന്റെ മുകളിലാണ് അവര് ഈ. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ പറഞ്ഞ ഈ വില്ലേജ് ഓഫീസർ അവരെന്ത് സഹായിക്കുന്നുണ്ടെന്നാണോ നിങ്ങൾ പറഞ്ഞത്? വില്ലേജ് ഓഫീസറാണ് ഇതിന് അവർക്ക് വേണ്ടിയിട്ട് എല്ലാ റിപ്പോർട്ടും തയ്യാറാക്കിയ. ഇന്നത്തെ വില്ലേജ് ഓഫീസർ അല്ല, അന്നത്തെ വില്ലേജ് ഓഫീസർ രമേശൻ സാറാണ്. ഇപ്പൊ നിലവിൽ ഡെപ്യൂട്ടി തഹസിൽദാറായിട്ട് കളക്ടറേറ്റിലെ ഇപ്പോഴത്തെ വില്ലേജ് ഓഫീസർ പറയുന്ന മുമ്പ് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ച് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, കളക്ടർ ഒരു നല്ല റിപ്പോർട്ട് തന്നാൽ നിയമപരമായിട്ട് നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോഴത്തെ വില്ലേജ് ഓഫീസർ പറയുന്നത്. പക്ഷെ കളക്ടറേറ്റും തഹസിൽദാർ, പക്ഷേ ആ ഉദ്യോഗസ്ഥൻ അന്നത്തെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ രമേശൻ സാർ അങ്ങനെല്ലാം ചെയ്തു, ഇപ്പൊ നിങ്ങൾക്ക് എതിരായിട്ട് നീങ്ങിയതാണോ നിങ്ങൾ പറഞ്ഞത്? ഞങ്ങളെ ഉമ്മാന്റെ പട്ടയത്തിൽ നിന്നും 10 സെന്റ് ഭൂമി വെട്ടിക്കുറച്ച് വില്ലേജ് രേഖ അത് അങ്ങനെ ആക്കാൻ അയാൾക്ക് എന്ത് താല്പര്യം? എന്താ വെച്ചാല് അതിന്റെ അകത്ത് താല്പര്യം എന്ന് വെച്ചാൽ അവരുമായിട്ട് സാമ്പത്തിക ലാഭത്തിന് അവർക്ക് എന്താ പറഞ്ഞാൽ ഞങ്ങളെ ഭൂമി ഫ്രണ്ടേജ് ആണ്. ഇപ്പൊ എൻ്റെ അയൽവക്കത്തുള്ള അവരുടെ ഭൂമി ബാക്ക് സൈഡാണ് വരുന്നത്. അപ്പൊ ഏകദേശം ഒരു സെന്റിന്റെ മുകളിൽ 1.5 ലക്ഷം രൂപ ലാഭം വരുന്നുണ്ട് അതിൻ്റെ അകത്ത്. ഒരു എൻ്റെ ഭൂമിക്ക് സെന്റിന് 3 ലക്ഷം രൂപ ഉണ്ട്, അവരുടെ ഭൂമിക്ക് 1.5 ലക്ഷം രൂപയേ ഉള്ളൂ. അപ്പൊ അവരുടെ ഭൂമി മൊത്തം 3 ഏക്കറുണ്ട്. അപ്പൊ എൻ്റെ ഈ 10 സെന്റ് അവർക്ക് കിട്ടിയാൽ ഫ്രണ്ടേജ് കിട്ടും. അവർക്ക് ഓൾറെഡി വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് വളഞ്ഞു തിരിഞ്ഞു പോകണം. പക്ഷെ എൻ്റെ ഫ്രണ്ടേജ് ഡയറക്റ്റ് കിട്ടുമ്പോൾ അവരുടെ വസ്തുവിന് ഒരു സെന്റിന് 3 ലക്ഷം രൂപ വരും. സെന്റിന് 1.5 ലക്ഷത്തിന് ലാഭം കിട്ടും. മൊത്തം 3 ഏക്കർ പ്രോപ്പർട്ടിക്ക് 1.5 ലക്ഷം രൂപ വെച്ചിട്ട് അവർക്ക് ലാഭം കിട്ടും. അപ്പൊ ആ ലാഭത്തിലൊരു ഷെയർ ഇയാൾക്കുണ്ട്, ഇല്ലെങ്കിൽ ഇയാളതിന് പണിയെടുക്കുന്നത്. കാരണം ഞങ്ങൾക്ക് ഭൂമി തരുന്ന ഗവൺമെന്റ് ആണ്. നിങ്ങളൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെതിരെയാണ് ഈ പറയുന്നത്. അതെ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെതിരെ തന്നെയാണ്. കാരണം വെച്ചാൽ സാറ് ഈ സീനിയർ സൂപ്രണ്ട് രമേശൻ സാറിനെതിരെ തയ്യാറാക്കിയ റിപ്പോർട്ട് തന്നെ പറയുന്നുണ്ട്, തെക്ക് വില്ലേജ് ഓഫീസർക്കുള്ള അന്വേഷണ റിപ്പോർട്ടാണ്. കളക്ടറേറ്റിലെ DCK LGD 9977 2021 SS2 ഫയലിലാന്ന് പരാമർശിക്കുന്നത്. മുൻ തെക്ക് വില്ലേജ് ഓഫീസർ രമേശൻ K എന്നിവർക്കെതിരെ ഇസ്മായിൽ BA നൽകിയ പരാതിയിൽ സമർപ്പിച്ച 2021 എല്ലാ രേഖകളും നിങ്ങളുടെ കയ്യിലുണ്ട്. സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ കുറെ വിവരാവകാശവും കാര്യങ്ങളെല്ലാം എടുത്തുവല്ലോ. അപ്പൊ ഇതിലെല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് എല്ലാ ഉദ്യോഗസ്ഥരും ലാസ്റ്റ് വിധി പറയുന്നത്. ഇതിൽ തന്നെ ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഒരു അന്വേഷണം നടത്താനുള്ള റിപ്പോർട്ടാണ്. കളക്ടറേറ്റിലത്തെ സീനിയർ സൂപ്രണ്ട് 16/2/2022 തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. ഇതിൽ തന്നെ പറയുന്നുണ്ട്, ഒരു സർവേ നമ്പർ റവന്യൂ റെക്കോർഡുകൾ പ്രകാരം 142/1 സർക്കാർ ഭൂമി നീക്കിയിരിപ്പില്ലാത്ത സാഹചര്യത്തിൽ മറ്റൊരു വ്യക്തിക്ക്, അതായത് മുഹമ്മദ് ഹനീഫ, നജിബുന്നിസ എന്നിവർക്ക് മുൻപ് UB ആയിഷ, ഇസ്മായിലിൻ്റെ മാതാവ് ആയ UB ആയിഷയ്ക്ക് പതിച്ചു നൽകിയതായ ഭൂമിയിൽ കൂടി വഴിയുണ്ടെന്ന് കാണിച്ച് റെക്കോർഡുകൾ തയ്യാറാക്കി ഗുണപരമായ ഉപയോഗത്തിന് വേണ്ടി പതിച്ചു നൽകുന്നതിന് പ്രൊപ്പോസൽ LA 42/12 സമർപ്പിച്ച നടപടി ശരിയാണെന്ന് കാണുന്നില്ല. കൂടാതെ
ഒരു നികുതി ഒടുക്കു വിഷയവും പർവ്വതീകരിച്ച് കോടതി വ്യവഹാരവും KLC നടപടിയും സ്വീകരിച്ചത് നിമിത്തം സർക്കാരിനും പരാതിക്കാരനായ ഇസ്മായിലിനും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് സീനിയർ സൂപ്രണ്ട് എഴുതിയതാണ്. സീനിയർ സൂപ്രണ്ട് പറയുന്നു സർക്കാരിനും നിനക്കും ബുദ്ധിമുട്ടുണ്ടാക്കി രമേശ് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ. അയാൾക്കെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ടാണ്. അതെ, അപ്പോൾ എന്നിട്ട് അത്രയെല്ലാം ഉണ്ടായിട്ടും പിന്നെ ഇതിലിപ്പോൾ ഇപ്പോഴത്തെ കളക്ടർ ശ്രദ്ധയിൽ ഇതെല്ലാം പെട്ടോ? ഇപ്പോഴത്തെ കളക്ടർ ശ്രദ്ധയിൽ എന്ന് വെച്ചാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വകുപ്പ് വിജിലൻസ്, അതായത് ഡെപ്യൂട്ടി കളക്ടർ റവന്യൂ വിജിലൻസ് കോഴിക്കോടാണ് ഈ വകുപ്പ് വിജിലൻസ് അവിടെ ഓഫീസുള്ളത്. അവിടത്തേക്ക് പലതവണ ഞാൻ പോയി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ നമ്മളെ ഇപ്പോഴത്തെ ഇമ്പശേഖർ സാറുണ്ടല്ലോ, ഇപ്പോഴത്തെ കളക്ടറോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. കളക്ടറുടെ ശ്രദ്ധയിൽ ഞാൻ പറഞ്ഞത് ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും അറിയാം. ഈ ഉദ്യോഗസ്ഥരെല്ലാം അറിയാം. കളക്ടറെ ഇപ്പോൾ എനിക്ക് ബലമായ സംശയം വെച്ചാൽ കളക്ടറിനെ സമ്മർദ്ദത്തെ ആക്കിയിട്ടുണ്ടോ, ഇല്ലെങ്കിൽ കളക്ടറിനെ ഈ ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയുള്ള ആള് ഈ ഫയലുകൾ കാണുന്നുണ്ട്, വ്യക്തമായിട്ട് അറിയാം അവർക്ക്. അപ്പൊ അവര് ഈ ഡെപ്യൂട്ടി തഹസിൽദാറാണ് ഈ പ്രധാനപ്പെട്ട സീറ്റിൽ ഇരുന്നിട്ടുള്ളത്. ആ സാർ തന്നെയാണ് അന്നത്തെ ഇതിൽ ഒന്നാം പ്രതിയായി ഞാൻ പറയുന്ന എന്റെ ഡോക്യുമെന്റ് പ്രകാരം ഇതിൽ മുഴുവൻ കളിച്ചത് ഒന്നാം പ്രതിയായി ചിത്രീകരിക്കുന്നത് അയാളാണ്, രമേശ്. ആ സാറാണ് ഇപ്പൊ നിലവിൽ കളക്ടറേറ്റിലെ ഇതേ വിഷയം കൈകാര്യം ചെയ്യുന്ന സീറ്റിലെ ഡെപ്യൂട്ടി തഹസിൽദാർ. അപ്പൊ ആ സാർ മുഴുവൻ കളക്ടറെ കബളിപ്പിച്ചു. കളക്ടർ അത് വിശ്വസിച്ചിരിക്കുന്നു. കളക്ടറെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ്. കളക്ടറോട് ഞാൻ പറഞ്ഞു, എന്നാൽ കളക്ടർ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. കളക്ടർ ഉദ്യോഗസ്ഥൻ പറയുന്ന നിലപാടാണ് കളക്ടർ എടുക്കുന്നത്. അത് ശരിയല്ലല്ലോ. അതുമല്ലാതെ ഇപ്പൊ അദാലത്തിൽ തന്നെ ഞാൻ ചോദിക്കുന്നത് ഇതില് രാഷ്ട്രീയത്തിന് എന്തെങ്കിലും ഇടപെടലുണ്ടോ? രാഷ്ട്രീയത്തിന്റെ എന്ന് പറഞ്ഞെങ്കിൽ ഇത് ഞാൻ കഴിഞ്ഞ സർക്കാർ ഉണ്ടാകുന്ന സമയത്ത്, ഒന്നാം പിണറായി സർക്കാർ ഉണ്ടാകുന്ന സമയത്ത് അന്നത്തെ വകുപ്പ് മന്ത്രി E. ചന്ദ്രശേഖരൻ അവരുകളായിരുന്നു അന്നത്തെ മിനിസ്റ്റർ, റവന്യൂ മിനിസ്റ്റർ. ആ റവന്യൂ മിനിസ്റ്റർ ആകുന്നതിന് മുമ്പ് തന്നെ ആ MLA ആയിരുന്ന സമയത്ത് പോലും ഈ വിഷയം ആ സാറിന് ശ്രദ്ധയിലുണ്ടായിരുന്നു. ആ സാറ് അന്ന് തൊട്ട് അവസാനം പേര് എന്നോട് ആ മന്ത്രിയുടെ സമയങ്ങളൊക്കെ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഭൂമി തന്നെയാണ്, ഒരേക്കറയാണ്, ഗവൺമെന്റ് തന്ന ഭൂമിയാണ്, ആ ഭൂമി ശരിയാക്കി തരേണ്ടത് താലൂക്ക് തഹസിൽദാരുടെ ഉത്തരവാദിത്തമാണെന്ന് എന്നോട് പറയാറുണ്ടായിരുന്നു. പക്ഷേ ഒരു നടപടിയും മുന്നോട്ടേക്ക് മിനിസ്റ്റർ ആയതിനു ശേഷം അദ്ദേഹത്തിന് ഒരു നടപടി എടുക്കാൻ പറ്റിയില്ല. അല്ല, മിനിസ്റ്ററുള്ള എന്നോട് വാക്കാൽ പറഞ്ഞത് അങ്ങനെയായിരുന്നു. പക്ഷെ ഞാൻ ഈ വിഷയമായി എനിക്ക് പല സംശയങ്ങളും വന്നു. ഇതിൻ്റെ അകത്ത് പല കളികളും നടക്കുന്നുണ്ട് സംശയത്തിൻ്റെ മുകളിൽ. കളക്ടറേറ്റിൽ മുഴുവൻ ഫയലുകളും വിവരാവകാശം വെച്ചെടുക്കുമ്പോൾ ഈ പറഞ്ഞ മിനിസ്റ്റർ തന്നെ, ഈ ചന്ദ്രശേഖരൻ മിനിസ്റ്റർ ആയ പീരീഡിൽ തന്നെ എൻ്റെ ഉമ്മാക്ക് കിട്ടിയ പട്ടയം കുറവ് വരുത്താൻ വേണ്ടി ഒപ്പിട്ടിട്ട് ഈ സ്വകാര്യ വ്യക്തി ഭൂമി തട്ടിയെടുക്കാൻ വേണ്ടി രമേശൻ സാറ് ബെനിഫിഷ്യൽ എൻജോയ്മെന്റിന് അപേക്ഷ തയ്യാറാക്കിയില്ല. അവരുടെ അപേക്ഷൻ്റെ അതേ പേപ്പറിൽ തന്നെ മേലപ്പ് വെച്ചിട്ട് ആ മിനിസ്റ്ററുണ്ടായ ചന്ദ്രശേഖരൻ സാറ് എഴുതിയിട്ടുണ്ട്, നിലവിലെ സാഹചര്യം കണക്കെടുത്തും വിവിധ അധികാരികളുടെ റിപ്പോർട്ടുകളും പരിശോധിച്ച് പട്ടയഭൂമിയെ കുറവ് വരുത്തി ബാക്കി വരുന്ന ഭൂമി സർക്കാർ ഭൂമിയായി സംരക്ഷിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞ് ഈ ചന്ദ്രശേഖരൻ മിനിസ്റ്റർ ഒപ്പുവെച്ചിട്ട് അതിൽ കളക്ടറേറ്റിൽ ഒന്ന് ഫയൽ എനിക്ക് കിട്ടി. അതായത് മിനിസ്റ്ററും തെറ്റിദ്ധരിപ്പിച്ചു. മിനിസ്റ്ററെ തെറ്റിദ്ധരിപ്പിച്ചു വെച്ചാൽ മിനിസ്റ്റർ തെറ്റിദ്ധരിപ്പിച്ചാണോ ബോധപൂർവമാണോ എന്ന് മിനിസ്റ്ററോട് ചോദ്യം ചെയ്യേണ്ടി വരും ചാനലാറ്. മിനിസ്റ്റർ ഒപ്പുവെച്ച കത്തന്റെ കയ്യിലിട്ട് ഇത് നിങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളില്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞില്ലേ? രാഷ്ട്രീയ പാർട്ടി പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഇതറിയും, ചെമ്മനാട് പഞ്ചായത്തിൽ എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതില് എന്നെ 15 ലക്ഷം രൂപയോളം വില പറഞ്ഞ് എന്നെ ഇതിൽ കോംപ്രമൈസ് ആക്കാൻ നോക്കിയിരുന്നു. അപ്പോൾ അതിൽ ഞാൻ നിന്നില്ല. അപ്പം മുഴുവൻ ആൾക്കാരും ഉദ്യോഗസ്ഥന്മാർ എനിക്കെതിരായിട്ട് വന്നു, മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും എനിക്കെതിരായിട്ട് വന്നു. അപ്പോൾ ഈ ഞാൻ അവർ പറയുന്നതിൽ നിന്നിട്ടുണ്ടായിരുന്നു ഈ പ്രശ്നം വരുന്നില്ല. പക്ഷേ എനിക്ക് പൈസ വേണ്ടിണ്ടായിട്ട് എനിക്കെന്തിനാ ഉദ്യോഗസ്ഥന്മാരുന്ന് പൈസ വാങ്ങേണ്ട ആവശ്യമുള്ള? ഞാൻ പ്രവാസിയാണ്, ഞാൻ അവിടെ 1.5 ലക്ഷം രൂപ മന്ത്ലി ഇന്ത്യൻ്റെ പൈസ സാലറി വാങ്ങുന്നുണ്ട്. നിങ്ങളിപ്പോൾ പ്രവാസിന്ന് ഇത് ഈ ഒരു തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി ലീവിൽ വന്ന ആളല്ലേ 10 വർഷം മുമ്പ്? ലീവിലല്ല, ആക്ച്വലി ഞാനൊരു സ്വന്തം ബിസിനസ് ആയിരുന്നു ഗൾഫിൽ. അപ്പോൾ കൂടെ വരേണ്ട വന്നു. പല സമയങ്ങളിലും നല്ലൊരു വില കൊടുത്ത് പോലും ടിക്കറ്റ് എടുത്തിട്ട് പല തവണ എൻ്റെ ഫാമിലി ഗൾഫിലായിരുന്നു, എൻ്റെ മകൻ ഗൾഫിൽ പഠിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ നഷ്ടപ്പെടുത്തിയതിൻ്റെ ഒരു ഉദ്യോഗസ്ഥനാണ് രമേശൻ സാറും അയാളെ സഹായിച്ച താലൂക്ക് സർവേയർക്കെതിരെ ഇപ്പോൾ സർക്കാർ നടപടിയെടുത്തു. അയാളെ ഇൻക്രിമെൻ്റ് കട്ട് ചെയ്തു. ഇൻക്രിമെൻ്റ് കട്ട് ചെയ്തിട്ട് അയാളെ പൊതുജനങ്ങളുമായി ബന്ധമില്ലാത്ത സ്ഥലത്തേക്ക് നിയമിച്ചു. ആരാന്ന് നടപടിയെടുത്തത്? സ്റ്റേറ്റ് വിജിലൻസ് അല്ല, സർവേ വകുപ്പ് വിജിലൻസ് നടപടിയെടുത്തു. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇസ്മായിലിൻ്റെ മാതാവിൻ്റെ ഭൂമിയിൽപ്പെട്ട 10 സെൻറ്റ് ഭൂമി അയൽപക്കത്ത് താമസിക്കുന്നവർക്ക് ഭൂമി കിട്ടുന്നതിന് വേണ്ടി തെക്കിൽ വില്ലേജ് ഓഫീസർക്ക് സേവനം ചെയ്ത് കൊടുത്ത താലൂക്ക് സർവേയർ കുഞ്ഞിരാമനെതിരെ ഞങ്ങൾ നടപടി സ്വീകരിക്കുകയും അയാളെ 1 വർഷത്തെ ഇൻക്രിമെൻ്റ് കട്ട് ചെയ്തിട്ടുണ്ടെന്നും താങ്കളെ ഞങ്ങൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ സെക്രട്ടറി DB2 സീറ്റിൽ നിന്ന് DB3 സീറ്റ് സെക്രട്ടേറിയറ്റിൽ അച്ചടക്കം സീറ്റിൽ നിന്ന് എനിക്ക് ഔദ്യോഗികമായിട്ട് എൻ്റെ പേരിൽ കത്ത് വന്ന എൻ്റെ കയ്യിൽ കത്തുണ്ട്. അപ്പോൾ സർക്കാർ ഭൂമി സംരക്ഷിക്കുകയാണെങ്കിൽ ഒരു സർക്കാർ ജീവനക്കാരൻ്റെ ഇൻക്രിമെൻ്റ് കട്ട് ചെയ്യുമോ?
പട്ടയഭൂമിക്ക് എന്തിനാണ് ഇവർക്ക് സർക്കാർ ഭൂമിയാക്കി വെക്കണ്ടേ? അത് പട്ടയഭൂമി എന്ന് വെച്ചാൽ ഗവൺമെൻറ് പതിച്ചു കിട്ടുന്ന ഭൂമിയാണ്. ആ പതിവ് നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും തെറ്റായ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണം നടത്തി അന്വേഷണ വിധേയമായി ജില്ലാ കളക്ടർക്ക് നടപടിയെടുക്കുക, അതിൻ്റെ അകത്ത് നിന്നും ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഞങ്ങളെ ജെന്യൂൻ പട്ടയമാണ്, ഒരേക്കർ പട്ടയം തന്നു, ഒരേക്കർ സ്കെച്ച് തന്നു, ഒരേക്കർ ഓയ തന്നു. ഇപ്പോൾ പറയുന്ന വർഷങ്ങൾക്ക് ശേഷം 30 വർഷങ്ങൾക്ക് ശേഷം ഇവരെന്തിനാ അതിൽപ്പെട്ട 10 സെൻറ്റ് ഭൂമി സർക്കാർ ഭൂമിയാക്കണമെന്ന് ഇവർക്കെന്താ താല്പര്യം? അപ്പോൾ സ്വകാര്യ വ്യക്തി ആരും തന്നെ ആയിക്കോട്ടെ, സ്വകാര്യ വ്യക്തി സമ്പന്ന വശം നിന്ന് പട്ടയം കൊടുത്ത ഈ പട്ടയം കൊടുക്കൽ എന്ന് വെച്ചാൽ 1964 നിയമപ്രകാരമാണ് ഞങ്ങൾക്ക് പട്ടയം കിട്ടിയിട്ടുള്ളത് എന്നാണ് ഞങ്ങൾ വക്കീൽ പറഞ്ഞു തന്നത്. ഓക്കെ, ഇതിൽ നീണ്ടു പോകുന്നുണ്ട്. ഞാൻ ചുരുക്കി മനസ്സിലാക്കിയ കാര്യം പറയാം. നിങ്ങളെ ഭൂമി നിങ്ങളെ അയൽവാസിയായിട്ടുള്ള ഒരു സ്വകാര്യ വ്യക്തിക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ പറയുന്ന കാര്യം വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടേജ് ഭൂമി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഭൂമി ഒരു ഉദ്യോഗസ്ഥനെ കൂട്ടുപിടിച്ച് സർക്കാർ ഭൂമിയാക്കി വെച്ചു. ഇപ്പം സർക്കാർ ഭൂമി അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവർ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണോ? സർക്കാർ ഭൂമിക്ക് വേണ്ടിയിട്ട് അവർ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ സർക്കാരിനോട് ഭൂമി വാങ്ങും, നിങ്ങളോട് വാങ്ങൂല. കാരണം നിങ്ങൾക്ക് ഉമ്മാക്ക് ഒരേക്കർ തന്നിട്ടുണ്ടെങ്കിൽ 90 ഉള്ളൂ, 10 സെന്റ് നിങ്ങളതല്ല എന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞു. പക്ഷെ നിങ്ങൾ പറഞ്ഞാൽ ഒരേക്കർ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അളവെടുത്തിട്ട് നോക്കി. ജില്ലാ കളക്ടറുടെ ഓർഡർ ഉണ്ട്. അതല്ല ഞാൻ ചോദിക്കുന്ന, ആ ഒരേക്കർ സ്ഥലം അളന്ന് നോക്കി, ഒരേക്കർ ഉണ്ട്. ഒരേക്കർ ഈ 10 സെന്റ് കൂടെ ഒരേക്കർ കറക്റ്റ് വേറെ ഭൂമി അവിടെ ഇല്ല, വേറെ ഭൂമി ഇല്ല. ഇതിൽ നിന്ന് കുറവ് വരുത്തിയപ്പോൾ 10 സെന്റ് സർക്കാർ ഭൂമിയായിട്ട് കിട്ടുന്നുണ്ട്, കുറക്കുന്നുണ്ടെങ്കിൽ. അതല്ലാണ്ട് യഥാർത്ഥത്തിലുള്ള ഒരേക്കരേ ഉള്ളൂ. ഒരേക്കർ ഉണ്ട്, ഒരേക്കർ ഭൂമിയുണ്ട്. ആ സർവ്വമ്പൽ ഒരേക്കരേ ഭൂമിയുള്ളൂ. അതിന്റെ പടിഞ്ഞാറ് ഇപ്പൊ ആ ഭാഗത്ത് റീസർവേ കാര്യങ്ങളെല്ലാം റീസർവേ ഞങ്ങളെ ഭൂമിക്ക് സർവേ ചെയ്തത്ര കേരളത്തിൽ ഒരു ഭൂമിയും സർവേ ചെയ്തിട്ടുണ്ടാവില്ല. കാരണം ഒരു ഭൂമിയുടെ സർവേന്റെ അധികാരി വരുന്ന താലൂക്ക് സർവേറാണ്, സർക്കാർ ജീവനക്കാരൻ എന്നുള്ള നിലയിൽ. ആ താലൂക്ക് സർവേയർ മുതൽ കേരള സർക്കാരിന്റെ കീഴിലുള്ള പ്രധാനപ്പെട്ട സെക്രട്ടേറിയറ്റ് ലെവൽ പോകുന്ന ലാൻഡ് റെക്കോർഡ് സർവേയും ഭൂരേഖയും വകുപ്പിലെ അസിസ്റ്റന്റ് സർവേ ഡയറക്ടറും കൂടാതെ സർവേ വകുപ്പ് വിജിലൻസും വന്ന് ഭൂമി പരിശോധിച്ചിട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിനപ്പുറം ഇനി വേറൊരു റീസർവേ വരാനില്ലല്ലോ. അന്നിന് അവരൊക്കെ വന്നത് ഈ സർവേ ചെയ്ത കുഞ്ഞിരാമൻ സാറ് തഹസിൽദാർക്ക് വ്യക്തവും വിശദവും വസ്തുതപരമായ റിപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നില്ല. ഈ അന്ന് തിരുമറി കാണിച്ച ഉദ്യോഗസ്ഥர்கள் ഇപ്പൊ പ്രതികൂട്ടിലാണ്. അവരെ സംരക്ഷിക്കുന്നത് അവര് ചെയ്തതാണ് ശരി എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ നിങ്ങൾ വീണ്ടും ഞങ്ങളുടെ നികുതി മുറിച്ചാൽ അവർ എന്തിനാണ് ഇത് ചെയ്തെന്നുള്ള ചോദ്യം വരും. ഞങ്ങളുടെ നികുതി മുറിച്ചില്ലെങ്കിൽ അവരെല്ലാം രക്ഷപ്പെടും. അവർക്ക് ഇവിടെ സുരക്ഷിതമായിട്ട് അവർക്ക് സർക്കാർ ഓഫീസിൽ ജോലി ചെയ്യാം. എൻ്റെ നികുതി എൻ്റെ ഭൂമിയാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടും നികുതി എടുക്കാത്തത് ഈ ഉദ്യോഗസ്ഥന്മാർ ഇതിന് കൂട്ടുനിന്ന രമേശൻ സാറ്, കുഞ്ഞിരാമൻ സാറ്, പിന്നെ അതുപോലത്തെ ഇതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥന്മാർ ചെയ്ത ക്രമക്കേടുകളും അനാസ്ഥകളും സർക്കാരിൻ്റെ വിലയേറിയ സമയങ്ങൾ നഷ്ടപ്പെടുത്തിയതും ഒരു ചോദ്യചിഹ്നമായിട്ട് വരും. എന്തിനു പറയുന്നത്? സ്റ്റേറ്റ് വിജിലൻസ് ഈ രമേശൻ സാറിനെതിരെ ശുപാർശ ചെയ്തു കുറ്റക്കാരനായി ഗുരുതരമായ വീഴ്ചയാണ്. സർക്കാർ സർവീസിൽ തന്നെ തുടരുന്നതിന് അയോഗ്യത കൽപ്പിക്കാവുന്ന കുറ്റം ചെയ്ത ഉദ്യോഗസ്ഥർക്ക് വകുപ്പ് തല നടപടിയെടുക്കാൻ ശുപാർശ ചെയ്തു. അതിനെ സെക്രട്ടേറിയറ്റ് ഒരു ടീം വന്ന് അട്ടിമറിക്കപ്പെട്ടതിന് ശേഷം അയാൾക്കൊരു ക്ലീൻ ചീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഒരു മാധ്യമങ്ങളിൽ ഞാൻ വായിക്കാനിടയായിട്ടുണ്ട്. അതിനുശേഷം 2 മാസങ്ങൾക്ക് ശേഷമാണ് എൻ്റെ ഒരേക്കർ ഭൂമിക്ക് ക്ലീൻ ചീറ്റ് കേരള സർക്കാരിൻ്റെ താലൂക്ക് തല കേരള സർക്കാരിൻ്റെ കരുതലും കൈത്താങ്ങും അദാലത്തിൽ ആ സർക്കാരിൻ്റെ ഒരു ഉത്തരവ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ എന്താ ഈ രമേശൻ പൊനാച്ചി എന്ന് പറയുന്ന മുൻ വില്ലേജ് ഓഫീസർ നിലവിലെ കളക്ടറേറ്റിലെ ഡെപ്യൂട്ടി തഹസിൽദാർക്കും ക്ലീൻ ചീറ്റ് കൊടുത്തതെന്നും അതേ ഭൂമി ഒരേ വിഷയത്തിൽ തന്നെ ഈ സർക്കാരിൻ്റെ അദാലത്തിൽ ഞങ്ങളുടെ ഭൂമിയാണെന്ന് ക്ലീൻ ചീറ്റ് ഞങ്ങൾക്കും കിട്ടുകയുമുണ്ട്. ഇതെന്ത് പരസ്പര വിരുദ്ധമാണോ? ഇതാണോ നമ്മുടെ സർക്കാർ? നിങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു, സാധാരണക്കാരൻ മനസ്സിലാവും എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ സംഭവത്തിൽ നിങ്ങളെ കേസിൽ 2 തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഭൂമി നിങ്ങളതാണെന്നുള്ളതും നികുതി എടുക്കണം എന്നുള്ളതും ലാസ്റ്റ് നിങ്ങൾക്ക് വന്ന വിധി, അതായത് തീരുമാനം. വിധി എന്ന് പറയാൻ പറ്റൂല, തീരുമാനം വന്നു മന്ത്രിതലത്തിൽ, അദാലത്തിൽ, സർക്കാർ തലത്തിൽ. അത് നടപ്പിലാക്കിയാൽ ചില ഉദ്യോഗസ്ഥർ കുടുങ്ങും. ആ ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ നിങ്ങളത് വീണ്ടും തടസ്സപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അതിനെതിരെയാണ് നിങ്ങൾ സമരം നടത്തുന്നത്. അതല്ല യഥാർത്ഥം. ഞങ്ങൾ നികുതി എടുത്താൽ ഞാൻ സമരം ഇന്ന് തന്നെ അവസാനിപ്പിക്കും. അപ്പൊ നിങ്ങളിപ്പോ ഭൂമിക്ക് നികുതി എടുക്കാൻ വേറെന്ത് പ്രശ്നമില്ല. പട്ടയമുണ്ട്, ഉമ്മ എനിക്ക് തന്ന ആധാരമുണ്ട്, മുൻ നികുതി രസീതുണ്ട്, EC അതായത് ബാധ്യതാ സർട്ടിഫിക്കറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് വെറും നികുതി എടുത്താൽ ഞങ്ങളെ പ്രശ്നം തീർന്നു, അത്രേ ഉള്ളൂ. കാസർഗോഡ് കളക്ടറേറ്റിന് മുമ്പിൽ ഇസ്മായിൽ സമരം നടത്തുന്നുണ്ട്. ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ
പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഉമ്മ കൊടുത്ത പട്ടയ ഭൂമി, ആ ഭൂമിയിലെ 10 സെൻറ്റ് സ്ഥലത്തിന് നികുതി എടുക്കുന്നില്ല. ആ നികുതി എടുക്കണം എന്നുള്ളതാണ് ആവശ്യം. ഇപ്പോൾ തീരുമാനം കലക്ടറുടെ പക്കലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കലക്ടറടുത്ത് സംസാരിച്ചു. കലക്ടറുടെ ഉചിതമായ തീരുമാനം കൈകൊള്ളും എന്നാണ് കലക്ടർ അറിയിച്ചിട്ടുള്ളത്. ഏതുകൊണ്ടും ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഈ പ്രവാസി 10 വർഷമായി ഈ ഒരു കേസിന് പിന്നാലെ കൂടി ജീവിതം ഒരു എന്താ പറയല്, ഒരു ദുരിതാവസ്ഥയിലായിട്ടുള്ളത്. ഇദ്ദേഹത്തിന് ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഉമ്മയുണ്ട്, രോഗാവസ്ഥയിലായ ഉമ്മയാണ്. അവരൊക്കെ സംരക്ഷിക്കണം. അപ്പോൾ നമ്മുടെ സർക്കാർ സംവിധാനം ഇത്തരത്തിൽ ഒരു ബുദ്ധിമുട്ട് നടത്തുന്ന ചില ഉദ്യോഗസ്ഥർ, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക. ഈ പ്രവാസിയായ പാവപ്പെട്ട ഈ ഒരു പ്രവാസിക്ക് നല്ലൊരു തീരുമാനം കലക്ടർ കൈക്കൊള്ളുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.